നമസ്കാരം. ഒട്ടനവധി സ്ത്രീകളെ കെണിയിൽ കുടുക്കി കേസ് നേരിടേണ്ടി വന്നെങ്കിലും ഇതുപോലെ മറ്റൊരു കേസ് റാപ്പർ വേടന് നേരിടേണ്ടി വന്നിട്ടില്ല. ഒറിജിനൽ പുലിപ്പല്ല് അണിഞ്ഞു നടന്നതാണ് വേടന് വിനയായത്. പുലിപ്പല്ല് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് തിരിച്ചടിയേറ്റത്. ഒറിജിനൽ പുലിപ്പല്ല് തന്നെയാണ് അതെന്നാണ് പരിശോധനയിൽ തെളിഞ്ഞത്. ഇതോടെ കേസിൽ ഉടൻ കുറ്റപത്രം നൽകാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ് അധികൃതർ. കേസിൽ 3 വർഷം വരെ തടവ് ലഭിക്കുന്ന വകുപ്പുകളാണ് വനം വകുപ്പ് ചുമത്തിയിട്ടുള്ളത്. പെൺകേസ് പോലെ എളുപ്പം ഊരിപ്പോരാവുന്ന കേസല്ലാത്തതിനാൽ വേടൻ പെടാനാണ് സാധ്യത. വനം വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞിരുന്നെങ്കിലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അധികൃതർ കാക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലീസ് പരിശോധനയ്ക്കിടെയാണ് വേടൻ കുടുങ്ങിയത്. വേടന്റെ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തിയപ്പോൾ അന്ന് വേടൻ ഉൾപ്പെടെ 9 പേരെ 6 ഗ്രാം കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സമയത്ത് തന്നെയാണ് വേടൻ പുലിപ്പല്ല് ധരിച്ചത് മനസ്സിലാക്കി ഇത് പോലീസ് പിടിച്ചെടുത്ത് വനം വകുപ്പിനെ അറിയിച്ചത്. പരിശോധനയിൽ പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചതോടെ വേടനെതിരെ വനം വകുപ്പ് കേസെടുത്തിരുന്നു. കഞ്ചാവ് കേസിലും പുലിപ്പല്ല് കേസിലും വേടന് ജാമ്യവും ലഭിച്ചിരുന്നു. യഥാർത്ഥ പുലിപ്പല്ലെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചില്ലെന്ന് പറഞ്ഞാണ് ജാമ്യം ലഭിച്ചത്. എന്നാൽ യഥാർത്ഥ പുലിപ്പല്ലെന്ന് തെളിഞ്ഞതോടെ വേടൻ കുടുങ്ങിയിരിക്കുകയാണ്. ശ്രീലങ്കൻ ആരാധകൻ തനിക്ക് സമ്മാനിച്ചതാണ് പുലിപ്പല്ലെന്നാണ് വേടൻ പറഞ്ഞത്. ഇതാരാണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. വേടനെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയ അന്നത്തെ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രന്റെ നിലപാടിനെതിരെ രോഷവും ഉയർന്നിരുന്നു.